തിരികെ വാർത്തകളിലേക്ക്. കോൺഗ്രസിൽ നിന്ന് സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം ലിജു, പി സി വിഷ്ണുനാഥ് എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. ചാണ്ടി ഉമ്മന്റെയും ബിന്ദു കൃഷ്ണയുടെയും പേരുകൾ സജീവ പരിഗണനയിലാണ്. ഹൈക്കമാൻഡ് അപ്രൂവ് ചെയ്യുന്ന ലിസ്റ്റ് മാത്രമാണ് മന്ത്രിസഭയുടെ. ഹൈക്കമാൻഡിൽ ലിസ്റ്റ് വരട്ടെ, ആ ലിസ്റ്റ് വരുന്നവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഏതൊക്കെ സ്ഥാനം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാനത് ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ജനങ്ങളാണ് വലുത്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ, പ്രവർത്തിക്കാൻ മന്ത്രിസ്ഥാനം ആവശ്യമല്ല, എന്നെ പരിഗണിക്കണമെന്നില്ല. സുനിൽ ഐസക് ചേരുകയാണ് വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. എല്ലാവരും മന്ത്രിസ്ഥാനം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് പറയുമ്പോൾ ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ മന്ത്രിസ്ഥാനം വേണമെന്നില്ല, എന്നെ പരിഗണിക്കണമെന്നില്ല എന്ന് പറയുന്നു. പക്ഷേ സജീവ പരിഗണനയിൽ ചാണ്ടി ഉമ്മനും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള വിഷ്ണുനാഥ്, ലിജു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളെല്ലാം തന്നെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ 3-4 സ്ലോട്ടുകൾ മാത്രമാകും ഒഴിവുണ്ടാവുക. അതിലേക്ക് ആര് എന്നതിലുള്ള ചർച്ചകൾ തുടരുകയുമാണ്. അപ്പോൾ ഇനി വരാനുള്ള പേരുകൾ ആരൊക്കെയാകും? ഇവർക്കുള്ള വകുപ്പുകൾ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ സുനിൽ? ഗ്രൂപ്പ് തിരിഞ്ഞ് തന്നെയാണ് മന്ത്രി പദവും ഇപ്പോൾ ഏതാണ്ട് വീതം വെക്കുന്നത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. കാരണം അതിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെട്ടിരിക്കുന്നതും ലഭിച്ചിരിക്കുന്നതും കെ സി വേണുഗോപാലിന് തന്നെയാണ്. കെ സി വേണുഗോപാൽ പക്ഷത്തിലേക്ക് ഇപ്പോൾ സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എ പി അനിൽകുമാർ, എം ലിജു, പി സി വിഷ്ണുനാഥ് എന്നീ 5 പേർ ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം കെ സി പക്ഷക്കാരിയായ ബിന്ദു കൃഷ്ണയുടെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിലൊരു അവസാന തീരുമാനമായിട്ടില്ല. രമേശ് ചെന്നിത്തല പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം 2 പേരുടെ പേരുകൾ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നുണ്ട്. IC ബാലകൃഷ്ണന്റെയും അൻവർ സാദത്തിന്റെയും. ഇതിൽ ആരെങ്കിലും ഒരാളെ മന്ത്രിയാക്കുമോ എന്ന കാര്യത്തിൽ ഒരു അവസാനവട്ട തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല. അതും ചർച്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വി ഡി സതീശൻ പക്ഷത്തുനിന്ന് കെ മുരളീധരനാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ സജീവമായി ഉമ്മന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൽ ഒരു അവസാനവട്ട തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും രാത്രി വൈകിയും നാളെ രാവിലെയും ഈ ചർച്ചകൾ തുടരുമെന്നാണ് അറിയുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ലീഗ് കോൺഗ്രസ് ചർച്ചയും പൂർണ്ണമായിട്ടില്ല എന്നാണ്. ലീഗ് 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ 5ാം മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പൂർത്തിയായത് ഇന്നത്തെ ചർച്ച മാത്രമെന്നാണ് കെ കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുമ്പ് പറഞ്ഞത്. കോൺഗ്രസുമായുള്ള ചർച്ച നാളെയും തുടരുമെന്നും ഉഭയകക്ഷി ചർച്ച പൂർത്തിയായാലേ കൂടുതൽ ചർച്ചകളെ പറ്റി പറയാനാവുമെന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ അല്പസമയം മുമ്പുള്ള പ്രതികരണം. മറ്റ് വകുപ്പുകളിൽ മറ്റ് ഘടകകക്ഷികളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിട്ടുള്ള ചർച്ചയും പൂർത്തിയായിട്ടില്ല. ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും എന്ന ഒരു ഓഫറാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ചീഫ് വിപ്പ് സ്ഥാനം കോൺഗ്രസ് എടുത്തോളൂ, പകരം മന്ത്രിസ്ഥാനം എന്ന ആവശ്യമാണ് പി ജെ ജോസഫ് മുന്നോട്ടേക്ക് വെക്കുന്നത്. മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. അവരുടെ വകുപ്പുകൾ മാത്രമാണ് ഇനി കൃത്യമായി അറിയാനുള്ളത്. ശരി സുനിൽ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നേരത്തെ എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ് എന്ന് മാത്രമായിരുന്നു കോൺഗ്രസിൽ. ഇപ്പോൾ വി ഡി പക്ഷം, കെ സി പക്ഷം, ആർ സി പക്ഷം എന്ന് പറയുന്ന 3 രീതിയിലേക്ക് അതിനെ മാറുന്നു. അതോടൊപ്പം തന്നെയാണ് ഇങ്ങനെ ഓരോ നേതാക്കളുടെയും പക്ഷക്കാരായി അവർക്കൊപ്പം നിൽക്കുന്ന MLA-മാരെ മന്ത്രിമാരാക്കാനുള്ള ലിസ്റ്റ് വരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ കോൺഗ്രസ് എപ്പോഴും ജാഗ്രതയോടെ കൈകാര്യം ചെയ്തൊരു കാര്യമാണ് സാമുദായിക സമവാക്യവും. അപ്പോൾ ഈ മന്ത്രിമാരുടെ സാമുദായിക സമവാക്യം അത് കൃത്യമായി പാലിക്കുന്നതിലും ഈ പറയുന്ന പല പക്ഷത്തു നിന്ന് പേരുകൾ വരുന്നുണ്ടെങ്കിലും അതിനും ഒരു ജാഗ്രത കോൺഗ്രസ് ഇത്തവണയും കാണിക്കും.